ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അധികാരത്തിനല്ല, സുഖത്തിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, കൊട്ടാരങ്ങൾ പണിയാനല്ല, അടിച്ചു പൊളിക്കാനല്ല. അല്ലാഹു തന്ന ആയുസ് പടച്ചവനെ ജീവിച്ച് തുലത അടിച്ചു പൊളിച്ച് തീർക്കാനാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു അതൊന്നുമല്ലടാ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന പണമുണ്ടാക്കലല്ല, അധികാരം പിടിച്ചു വാങ്ങലല്ല, സ്നേഹം പിടിച്ചു വാങ്ങലല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തായിരിക്കണമെന്നറിയുമോ? അവന്റെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫമൻ സുഹ്സിഹ അനിന്നാർ. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നതായിരിക്കണം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ഖുർആൻ പറയുകയാ. പടച്ചവനെ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നരകത്തെ കുറിച്ച് പറയുമ്പോ നമുക്കൊക്കെ വല്ലാത്ത തമാശയാണ്, നമുക്ക് വല്ലാത്ത നിസാരമാണ്. ഇതൊക്കെ ഉള്ളതാണോ ഉസ്താദ്? നരകത്തിന്റെ വലിപ്പത്തെ കുറിച്ച്, നരകത്തിന്റെ ആഴത്തെ കുറിച്ച്, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച്, നരകത്തിന്റെ തീയെ കുറിച്ച്, നരകത്തിന്റെ അദാബുകളെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഊതിയിട്ട് ഉസ്താദന്മാരിങ്ങനെ പറഞ്ഞു തരുമ്പോ ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, വിശ്വസിക്കാനും മടി കാണിക്കുന്ന യുവത്വേ, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, വേണമെങ്കിൽ നീ ഇതിൽ വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ നീ നിസാരമായി തള്ളിക്കളഞ്ഞോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നരകത്തെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസമുണ്ടടാ. ഇന്ന് കളിയാക്കുന്നവനും പരിഹസിക്കുന്നവനും നാണം കെടുത്തുന്നവനും ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപകേളിക്കുന്നവരുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, وَإِذَا رَأَتْهُمْ مِنْ مَكَانٍ بَعِيدٍ. ഇന്ന് നരകമുണ്ടെന്ന് പറയുമ്പോ, നരകത്തിന്റെ ആഴത്തെ കുറിച്ച് പറയുമ്പോ അതൊക്കെ നിസാരമായി തള്ളിക്കളയുന്ന യുവത്വേ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമല്ലോ. എടാ, നിന്നെ എങ്ങനെയൊക്കെ കുളിപ്പിച്ച് സുന്ദരനാക്കി കൊണ്ടുവന്ന് പള്ളിയിൽ ഖബറടക്കിയാൽ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂരുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടുകുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, പല പല കോലങ്ങളിലെ ജനങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമല്ലോ. ചെമ്പിന്റെ തറയാണല്ലോ അല്ലാഹുവിന്റെ കോടതിയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും ഇങ്ങനെ നിരന്നു നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യനുദിച്ച് നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാ. നരകത്തിന്റെ കാവൽക്കാരായ മാലിക്കിനോട് പറയുന്നു, മാലിക്കേ, അല്ലാഹുവിന്റെ നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. മാലിക് എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, ജിബ്രീൽ, എങ്ങനെയാണ് ഞാൻ നരകത്തെ കൊണ്ടുവരുന്നത്? അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ,
അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് നരകത്തെ കൊണ്ടുവരാൻ. എടാ ചെറുപ്പക്കാരാ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുണ്ടല്ലോ, അതാ ചങ്ങലയെടുത്തു കൊണ്ടുപോവുകയാണ്. 70,000 ചങ്ങലകൾ എടുത്തു കൊണ്ടുപോയിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തെ അവിടുന്ന് ബന്ധിപ്പിക്കുകയാ. 70,000 ചങ്ങല കൊണ്ടുപോയിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തെ അവിടുന്ന് ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയോ മോനെ? വീട്ടിൽ ചങ്ങലയുണ്ടല്ലോ, ആ ചങ്ങലയിൽ ഇങ്ങനെ കൊളുത്തുകൾ നിരത്തി നിരത്തി വെച്ചിരിക്കുന്നത് കാണുന്നവനാണല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയോ? ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ആ പ്രപഞ്ചത്തിനെക്കാളും വലുതാണടാ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ അതാ അവസാനം 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളോ നരകത്തെ കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ ഇങ്ങനെ കോടതിയിലേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോ നരകമില്ലെന്ന് പറഞ്ഞവരെ നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ കളിയാക്കിയ പെങ്ങള് അല്ലാഹുവിന്റെ നരകത്തെ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ നാളെ പരലോകത്ത് വെച്ച് നിന്റെ നാവ് കൊണ്ട് പറയുകയാ, നീ തന്നെ നിന്റെ നാവ് കൊണ്ട് പറയുകയാ, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. നീ അവിടെ കിടന്നുകൊണ്ട് ആ നരകത്തെ ഇങ്ങനെ ലൈവായിട്ട് നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോ നീ അല്ലാഹുവിനോട് പറയുന്നു, റബ്ബനാ എന്റെ രക്ഷിതാവേ അബ്സർനാ, ഞാൻ കണ്ടു അല്ലോ, ഞാൻ ആ നരകത്തെ എന്റെ കണ്ണുകൊണ്ട് കണ്ടു റബ്ബേ, അതിന്റെ വലിപ്പമ കണ്ടു റബ്ബേ, അതിന്റെ തീ കണ്ടു റബ്ബേ, വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടല്ലോ. എനിക്ക് വിശ്വാസമായല്ലോ, എനിക്കൊന്ന് വിശ്വാസമായി റബ്ബേ, അതുകൊണ്ട് ഫർജിഅനാ, ഒരവസരം എനിക്ക് തരുമോ അല്ലോ, എന്നെ ദുനിയാവിലേക്ക് മടക്കുമോ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് കടന്ന് തെണ്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇതൊക്കെ കളിയല്ലടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ വീട്ടിൽ കത്തിക്കുന്ന തീയുണ്ടല്ലോ, നിന്റെ വീട്ടിൽ കത്തിക്കുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിന്റെ 70% മാത്രമേ ഉള്ളൂ. അതുപോലും നിനക്ക് താങ്ങാൻ പടച്ചവരെ ഒരു വിറകെടുക്കുമ്പോ അതാ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രത്തിൽ തൊടുമ്പോ നിന്റെ കൈ വല്ലാതെ പൊള്ളുന്നതെങ്കിലോ, അവിടെ നിന്ന് നിന്റെ ശരീരം വിയർക്കുന്നുണ്ടെങ്കിലോ പെങ്ങളെ, ഇതിന്റെ 70 ഇരട്ടി വലിപ്പമുള്ളതാണ് അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിലെത്തിയോ. എങ്ങനെ താങ്ങും പെങ്ങളെ? പേടിക്കണം പൊന്നുമോള്, ഈ നരകത്തെ പേടിക്കണം ചെറുപ്പക്കാരാ. ഇത് കളിയല്ലടാ, തമാശയല്ലടാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ പാതിരാത്രി ആരോ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചിട്ട് ആരോ കരയുകയാ. ആരാണെന്നറിയുന്നില്ല, വല്ലാത്ത ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് എഴുന്നേൽക്കുകയാ. ആരാണ് തമ്പുരാനെ? ഈ
പാതിരാത്രി കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആരാട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്നതെന്നറിയുമോ? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നരകത്തിനെ പേടിച്ചിട്ടാണ് നബിയേ, നരകത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നു, നീ എന്തിനാ നരകത്തെ പേടിക്കുന്നത്? നീ മലക്കാണല്ലോ, നീ മലക്കുകളുടെ നേതാവാണല്ലോ, നീ ഒരിക്കലും അല്ലാഹുവിന് അക്രമം പ്രവർത്തിക്കുകയില്ലല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ അങ്ങനെയാണല്ലോ, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. നീയാണല്ലോ പ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് കടന്നു വരുന്നത്. നീ ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ. പിന്നെ എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഇബ്ലീസ് ആരായിരുന്നെന്നറിയുമോ? ഇബ്ലീസ് ആരായിരുന്നെന്നറിയുമോ? ഞങ്ങളുടെ ഉസ്താദായിരുന്നു, ഞങ്ങളുടെ ഉസ്താദായിരുന്നു ഇബ്ലീസ്. ഒരുപാട് മഹത്വമുള്ളവനായിരുന്നു, ഒരുപാട് ശ്രേഷ്ഠതയുള്ളവനായിരുന്നു, ഒരുപാട് ഇബാദത്ത് ചെയ്തവനായിരുന്നു. അവന്റെ തല പോലും തിരിഞ്ഞു പോയെങ്കിൽ എപ്പോഴാണെന്നറിയില്ലല്ലോ നബിയേ. ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാനിവിടെ വന്നിരുന്ന് കരയുന്നതെന്ന് മുത്തുനബിയോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, കളിയല്ലേ പെങ്ങള്, നിസാരമല്ലേ പെങ്ങള്, പരിഗണിക്കുന്നില്ലല്ലോ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തുമ്പോ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകനതാ ആകാശ ലോകത്തേക്ക് കടന്നു പോവുകയാണ്. അതാ ഒന്നാം ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ പടച്ചവനെ മലക്കുകൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. ഓരോ ആകാശത്തിന്റെ കവാടങ്ങൾ കടക്കുമ്പോഴും മലക്കുകൾ സ്വീകരിക്കുകയാ. എല്ലാവരും ചിരിക്കുകയാണ്, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് കണ്ടപ്പോ എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുമ്പോ റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്. ആകാശ ലോകത്ത് കിട്ടിയ സ്വീകരണം കണ്ടിട്ട് പ്രവാചകന് വല്ലാത്ത സന്തോഷമായി. പക്ഷേ റസൂലുള്ളാഹി നോക്കുമ്പോ ഒരേ ഒരു മലക്കിരുന്ന് കരയുകയാ. ആ മലക്കവിടുന്ന് തല ഉയർത്തുന്നില്ല, ആ മലക്കൊന്ന് ചിരിക്കുന്നില്ല. ആ മലക്കിങ്ങനെ തലതാട്ടി പിടിച്ചുകൊണ്ട് വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ആ മലക്ക് കരയുകയാ, ആ മലക്ക് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അത്ഭുതമായി, ആരാ അല്ലാഹ്, ഈ മലക്കെന്തേ തല ഉയർത്താത്തത്? ഈ മലക്കെന്തേ ചിരിക്കാത്തത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, മുത്തുനബിയേ, അത് മാലിക്കാണ് നബിയേ, അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ്. എന്തുകൊണ്ടാണ് മാലിക് അല്ലാഹുവിന്റെ പ്രവാചകരെ കണ്ടിട്ട് പോലും നീ ഒന്ന് തല ഉയർത്താത്തത്? എന്താണ് നീയൊന്ന് ചിരിക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിട്ട് നിനക്ക് സന്തോഷമില്ലേ? യാ റസൂലല്ലാഹ്, വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, ചിരിക്കുന്നുണ്ട് നബിയേ.
എന്നെ കൊണ്ട് ചിരിക്കാൻ കഴിയില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ എനിക്ക് ചിരിക്കാൻ പറ്റില്ല നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ നരകം ഞാൻ കണ്ടിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമൊന്ന് കണ്ടതിന്റെ പേരിലാണ് ഖിയാമത്ത് നാൾ വരെ ആ മലക്കിന്റെ മുഖത്തൊരു പുഞ്ചിരി വരാത്തതെന്ന് ചരിത്രം അവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, കളിയല്ല, തമാശയല്ല, നിസാരമല്ല. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഫമനു സുഖസിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, 33 വയസ്സാടാ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, എല്ലാവർക്കും 33 വയസ്സാ. അവിടെ കറുത്തവരില്ല, വെളുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, ആരുമില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ എല്ലാവർക്കും ഒരേ ഒരു സൗന്ദര്യമാ. ആരുടെ സൗന്ദര്യമെന്നറിയോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, സുലൈഖാ ബീവിയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങളെ യൂസുഫ് നബി അലൈഹിസ്സലാം ആ പെണ്ണുങ്ങളുടെ മുന്നിലൂടെ നടന്നു പോയപ്പോ കയ്യിലിരുന്ന കത്തി കൊണ്ടവരുടെ വിരലുകൾ മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുന്ന ആ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നത്. പടച്ചവനെ, അവിടെ രോഗമില്ലല്ലോ, അവിടെ ഏസണിയില്ലല്ലോ, അവിടെ പരദൂഷണമില്ലല്ലോ, അവിടെ കഷ്ടപ്പാടില്ലല്ലോ, അവിടെ ദാരിദ്ര്യമില്ലല്ലോ, അവിടെ ജോലിയില്ലല്ലോ, അവിടെ നിസ്കരിക്കണ്ടല്ലോ, അവിടെ ഖുർആൻ ഓതണ്ടല്ലോ, അവിടെ വഅദ് കേൾക്കണ്ടല്ലോ, അവിടെ സദഖ കൊടുക്കണ്ടല്ലോ. എടാ, അത് ചെയ്യരുതെന്ന് പറയാൻ ഒരാളുമില്ലല്ലോ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ആ മനോഹരമായ സ്വർഗം നിനക്ക് വേണ്ടേടാ. അവിടെ പോകണ്ടേ ചെറുപ്പക്കാരാ, അവിടെ പോകണ്ടേ വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 2 കാലും അതിനകത്ത് ചവിട്ടുന്നത് വരെ പെങ്ങളെ രക്ഷയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്താ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്താ? അത് നരകമോചനമാ, അത് സ്വർഗപ്രവേശനമാ. ഇതായിരിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരാമീം പറയാൻ പോലും നിനക്ക് വയ്യ, പിന്നെ നിനക്ക് അല്ലാഹു വെച്ചിരിക്കുക സ്വർഗം. പറ മനുഷ്യ, ഒരാമീം പറ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഖുർആൻ സൂറത്തു യാസീൻ പറയുന്നുണ്ട്, ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഖുർആൻ. നാളെ നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ഇരിക്കുന്ന ആണുങ്ങളിൽ ചില ആണുങ്ങൾ, ചില പെണ്ണുങ്ങൾ അവരുടെ ഭർത്താവിൻ്റെയും അവരുടെ മക്കളുമായിട്ട സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടും. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ
നാളെ ഭാര്യയും മക്കളുമായിട്ടിരുന്നിട്ട് ഇങ്ങനെ സ്വർഗത്തിലിരുന്നിങ്ങനെ സുഖിക്കും. അപ്പുറത്തും ഇപ്പുറത്തും ഹൂറിലീങ്ങൾ നിൽക്കും. സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ നിൽക്കും, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും സ്വർഗത്തിലിരുന്ന് ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ കയറി വരുന്ന മലക്കുകൾ പറയും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. വരുന്നവരും പോകുന്നവരുമെല്ലാം സലാം പറഞ്ഞ് നിന്നെ ബഹുമാനിക്കും. അന്ന് ഈ നിരന്നിരിക്കുന്ന ചില കാക്കാമാര് നിന്നോട് ചോദിക്കും, എടാ അബൂബക്കറെ, നാട്ടിലും നിങ്ങൾ ഒരുമിച്ച്, ഇവിടെയും നിങ്ങൾ ഒരുമിച്ച്. പെങ്ങളെ, നാളെ നീ സ്വർഗത്തിലിരിക്കുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ നിന്നോട് ചോദിക്കും, ഈ നാട്ടിലെ സഹോദരിമാര് ചോദിക്കും, നീ എങ്ങനെ ആമിന, നീയും നിന്റെ ഭർത്താവും മക്കളും ഇവിടെ ഒരുമിച്ചത്? അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? നിങ്ങൾക്ക് ബോധമുണ്ടടാ, മതി, നിങ്ങളും മിണ്ടാതിരിക്കുക. പടച്ചോനെ, സ്വർഗത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? നിങ്ങൾ എന്താപ്പാ പടച്ചോനെ ഈ മാസ്ക് വിട്ടിട്ട് എന്നെ ഇങ്ങനെ നോക്കണത്? നിങ്ങളുടെയൊക്കെ ഈ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാനെന്തോ നിങ്ങളുടെ ഇന്ന് കടം വാങ്ങിച്ചിട്ട് മുങ്ങിയിട്ട് ഇപ്പം കിട്ടിയതുപോലെ ഉണ്ടല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. തണുപ്പുണ്ടാ? അതാണ് കൈകെട്ട്. എടാ മിണ്ടാതിരിയുടെ ചങ്ങായി, ഓനെ ഇന്ന് ഞാൻ പിടിച്ചുകൂടെ കയറ്റും. ഇനി നീ മിണ്ടിയെന്ന് ഇവിടെ കയറി ഫാത്തിഹ ഓതാൻ അറിയാമോ? ഇവിടെ നിർത്തി ഞാൻ ഓദിക്കും ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ നമ്മുടെ ആഗ്രഹമുണ്ട്. അള്ളാഹു ആഗ്രഹം നൽകുമാറാകട്ടെ. ആഗ്രഹമുണ്ടാ? ഒന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി പൊക്കണ പോലെ അരക്കൈ നിർത്തുന്ന പൊക്കാത്തവൻ. എടാ, അല്ല ആരെന്നറിയോ? ചിലപ്പോൾ ഈ കൈ പൊക്കിയതിന് പകരം ചിലപ്പോൾ അല്ല സ്വർഗം തരാം. അല്ല അത്രയ്ക്കും കരുണയുള്ളവനാ. ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കിക്കേ. മോതിരവും വളയൊക്കെ തിളങ്ങുന്നുണ്ട്. മോതിരവും വളയൊക്കെ തിളങ്ങുന്നുണ്ട്. ചിലരുടെ കയ്യിൽ ചെയിനും കിടക്കുന്നുണ്ട്. ഇന്നിവിടെ വെച്ചിട്ട് നിങ്ങൾ പൊക്കോ സ്വർഗത്തിൽ. അള്ളാഹു ഭാഗ്യമാറാകട്ടെ. അത് പറഞ്ഞപ്പോൾ പൊക്കിയതിനെക്കാളും സ്പീഡിൽ താഴ്ത്തി. ചിലർ മുറുക്കിയിടാൻ തുടങ്ങി, കയറ്റിയിടാൻ ഊരി പോകാതിരിക്കുക. ആർക്ക് വേണം ആമിന നിന്റെ മോതിരം? നിന്റെ സ്വർണം ആർക്ക് വേണം? മോളെ, നിന്നെ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ അത് കിട്ടൂല. അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നരകമോചനമായിരിക്കണം, സ്വർഗപ്രവേശനമായിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുമ്പോ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഇതാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുമ്പോ സ്വർഗത്തിൽ പോകാൻ കൊതിയുള്ള ഉപ്പമാരെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരെ, അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ الناس والحجارة. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ നരകത്തിലിട്ട് കത്തിക്കുന്നത് കല്ലുകളാണ്. ആ നരകത്തിലെ വിറകേതെന്നറിയുവോ? മനുഷ്യ, ഇന്നിവിടെ കാണുന്ന വിറകുകളല്ല, മരങ്ങളല്ല. അല്ലാഹു ഇവിടെ നമ്മൾ കത്തിക്കുന്നത് മരമ്പും വിറകും വെച്ചിട്ടോ. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ നരകത്തില് അല്ലാഹു കത്തിക്കാൻ ഉപയോഗിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് മനുഷ്യന്റെ ശരീരമാണ്, രണ്ട് കല്ലുകളാണ്. ഇവകളിട്ടിട്ടാണ് അല്ലാഹു കത്തിക്കുന്നത്. ഇവ രണ്ടും ഇട്ടിട്ടാണ് ണെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹു പറയുകയാ, വാപ്പമാരെ, ഭർത്താക്കന്മാരെ, ഉമ്മമാരെ, അല്ലാഹു പറയുന്ന സ്വർഗത്തിൽ പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോയാ പോരാ. എടാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകുമ്പോ നീ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. നീ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. പിന്നെ ആരെ കൊണ്ടുപോകണമെന്നറിയോ? പോകുമ്പോ
പോകുമ്പോ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും കൂടെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുമ്പോ സ്വന്തം കാര്യം നോക്കിയാ പോരാ, പോകുമ്പോ പെണ്ണും പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളാണെങ്കിൽ സ്വന്തം കാര്യം മാത്രമേ നോക്കാറുള്ളൂ. നീ നന്നായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല. എടാ, നീ നന്നാകുക മാത്രം, നീ നന്നായാൽ പോരാ, നീ മാത്രം നിസ്കരിച്ചാൽ പോരാ. നിന്റെ ഭാര്യ നിസ്കരിക്കണം, നിന്റെ മക്കൾ നിസ്കരിക്കണം, അവരെ നന്നാക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും നന്നാക്കാത്തവർ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഹജ്ജത്തുൽ വിദായിൽ അവസാന പ്രഭാഷണമുണ്ടല്ലോ, ആ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മക്കള് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താ, മക്കള് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താ. അതുകൊണ്ട് എന്റെ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, പടച്ചവനേ, നാളെ അവരെ കുറിച്ചും നിന്നോട് അള്ളാഹു വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, കുല്ലുക്കും റായി വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയാ, നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയാണ്. എവിടത്തെ ഭരണാധികാരി എന്നറിയുമോ? നിങ്ങളാണ് വീട്ടിലെ ഭരണാധികാരി, നിങ്ങളാണ് വീട്ടിലെ ഭരണാധികാരി. അതുകൊണ്ട് നിന്റെ ഭാര്യയെ കുറിച്ചും അല്ലാഹു നിന്നോട് ചോദിക്കും, എന്തുകൊണ്ട് നിന്റെ ഭാര്യ നിസ്കരിച്ചില്ല, എന്തുകൊണ്ട് നിന്റെ ഭാര്യ ഖുർആൻ ഓതിയില്ല, എന്തുകൊണ്ട് നിന്റെ മക്കൾ പടച്ചവനെ നോമ്പ് പിടിച്ചില്ല. നാളെ അവരോട് മാത്രമല്ല, ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോടും അല്ലാഹു ചോദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാരെന്നറിയുമോ? അല്ലാഹു അവരുടെ മുഖത്ത് നോക്കൂല, അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല, അല്ലാഹു അവരോട് സംസാരിക്കില്ല. നാളെ പുഴുത്തു നാറിയിട്ട് പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന 3 വിഭാഗമുണ്ട്. അത് കള്ളു കുടിച്ച് നടക്കുന്നവന് മാത്രമല്ല, അത് വ്യഭിചരിക്കുന്നവനല്ല, അത് പലിശ തിന്നുന്നവനല്ല, അത് ശിർക്ക് ചെയ്യുന്നവനല്ല. പിന്നെ ആരെന്നറിയുമോ? ഈ നെളിഞ്ഞിരിക്കുന്നവരുടെ ഇടയിൽ ചില വാപ്പമാരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വാപ്പാ നീയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിൽ അല്ലാഹുവിന്റെ കരുണ ലഭിക്കാത്ത, പരിഗണന കിട്ടാത്ത, ദയ കിട്ടാത്ത, അല്ലാഹു സംസാരിക്കാത്ത, അല്ലാഹു മുഖത്ത് നോക്കാത്ത ആ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് തടയാത്ത മനുഷ്യ, തിരുത്താത്ത പിതാവേ, നീയാണ് നാളെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, അദാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല സലാസത്തുൻ ഖദ് ഹറമല്ലാഹു തആല അലൈഹിമുൽ ജന്ന. അല്ലാഹു
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സദാ സ്വർഗം ഹറാമാക്കപ്പെട്ടവര്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാത്ത 3 വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഖദ് ഹറമല്ലാഹു തആല, അവൻ അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗം അവന് ഹറാമാണ്, അല്ലാഹുവിന്റെ സ്വർഗം അവന് ഹറാമാണ്. അവനാരെന്നറിയുമോ? 3 വിഭാഗമാണ് സ്വഹാബ. 3 തെറ്റ് ചെയ്യുന്നവര്, 3 പാപം ചെയ്യുന്നവര്, അവരൊരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കൂല. അവരാത്മാർത്ഥമായി പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടല്ലാതെ ഈ പറയുന്ന 3 തെറ്റുകൾ ചെയ്താ അവരല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത ആ 3 വിഭാഗം ആരെന്നറിയുമോ? നിരന്നിരിക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഒന്നാമത്തെ മനുഷ്യനാരാ? മുദ്മിനുൽ ഖംറു, കള്ള് കുടിക്കുന്നവനാണ്, കഞ്ചാവടിക്കുന്നവനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനാണ്, ബിയർ കുടിക്കുന്നവനാണ്. അല്ലാഹുവേ, അതാ കള്ള് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ തൊണ്ടക്കുഴിക്ക് താഴെ 1 തുള്ളി കള്ളിറങ്ങിയിട്ടുണ്ടോ, നീ അള്ളാന്റെ സ്വർഗത്തിൽ കടക്കൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ ആരും കള്ളു കുടിക്കത്തില്ല അല്ലേ? ഇപ്പൊ കള്ളുകുടി കുറവാ, കഞ്ചാവടിയാ മൊത്തം. ഇപ്പൊ കള്ളൊന്നും ഇല്ലെന്നേ. ഇപ്പൊ കള്ളുകുടിയല്ല, കഞ്ചാവ് അതിനെക്കാലം കൂടിയത്. പിന്നെ മുകളിലോട്ടുണ്ട്, ദർജ ഉയരി, ഇങ്ങനെ പവർ കൂടുന്നതിനനുസരിച്ച്. ഇന്ന് കള്ളുകുടിയൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട, 1 തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ പോയിട്ടുണ്ടോ? വേണമെങ്കിൽ നന്നായിക്ക് അള്ളാടെ മുന്നിൽ പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ 500 കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശും സ്വർഗത്തിന്റെ വാസന. 500 കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശും സ്വർഗത്തിന്റെ വാസന. അതുപോലും നിനക്കൊന്നും അല്ല തരൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. കള്ളു കുടിക്കുന്നത് മാത്രമല്ല, അത് മനസ്സിലാക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. ശമ്പു വെക്കുന്നില്ലേ, അതും ഇത്തിരി ലഹരിയല്ലേ? ചുണ്ടിനടി വെക്കുന്നതും അവിടെ വെക്കുന്നതും ഇവിടെ വെക്കുന്നതും എന്തിനാ? വീടി വലിക്കുന്നില്ലേ പലരും ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പുകയ്ക്കാറുണ്ടല്ലോ. എന്താ അത് സാധനം? ഞാൻ ഹറാമാണെന്നൊന്നും ഞാൻ പറയണില്ല, എങ്കിലും വീടി വലിക്കുമ്പോൾ ഒരു സുഖമില്ലേ മനുഷ്യന്മാരെ, അല്ലേ? വീടി വലിക്കുമ്പോൾ ഒരു ലഹരിയല്ലേ? ഇങ്ങനെ അങ്ങോട്ട് പുകയ്ക്കാം. ഈ പുകയ്ക്കണ സാധനം എവിടെന്നാ വന്നേന്നറിയോ നിനക്ക്? എൻ്റെ വാപ്പ നല്ല വലിക്കുമായിരുന്നു കേട്ടോ. ഞാൻ മനസ്സിലാക്കണം, എൻ്റെ വാപ്പ നല്ല വീടി വലിക്കും. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇന്നലെ ഉപ്പാൻ്റെ ആണ്ടായിരുന്നു. അള്ളാഹു ഖബറും സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നോമ്പിന് കാലത്ത് എൻ്റെ വാപ്പയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ്. നോമ്പ് കാലത്ത് വാപ്പ ഞാൻ കണ്ടിട്ടുണ്ട്, നോമ്പ് മുറിക്കാൻ സമയമാകുമ്പോൾ ഇങ്ങനെ നിൽക്കും, ഒരു ഈത്തപ്പഴവും വെള്ളം എടുത്തിട്ട് ബാങ്ക് വിളിച്ച ഉടനെ അങ്ങോട്ട് നോമ്പ് തുറക്കും, ചാടി ഇറങ്ങിയിട്ട് ഒരു വരിയ പടച്ചവനെ, എന്താണെന്നറിയില്ല, അപ്പോൾ ദേഷ്യമാണെന്നേ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു ദേഷ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ എവിടുന്നാ ഉണ്ടായെന്നറിയോ? അള്ളാഹു ഇബിലീസിനെ ശപിച്ചപ്പോൾ പേടിച്ച് മൂത്രം ഒഴിച്ചു കളഞ്ഞവൻ. അള്ളാഹു ഇബിലീസിനെ ശപിച്ചപ്പോ ആ ഇബിലീസ് പേടിച്ചു മൂത്രമൊഴിച്ച്, ആ മൂത്രമൊഴിച്ച സ്ഥലത്തു നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. ആ മൂത്രമൊഴിച്ച സ്ഥലത്തു നിന്നുണ്ടായ സാധനം നീ ചുണ്ടി വെച്ചിട്ട് വലിക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ കള്ളുകുടിയെക്കുറിച്ച് പറയാൻ വന്നതല്ല. കള്ളു കുടിച്ചില്ലെങ്കിലും 10 വിഭാഗം കള്ളുകുടിയൻ്റെ കൂട്ടത്തില. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് പറയാനാ വന്നേ. നമ്മളാരും കള്ളു കുടിക്കുന്നവരല്ല. പക്ഷേ കള്ളു കുടിച്ചില്ലെങ്കിലും 10 വിഭാഗം കള്ളുകുടിയൻ്റെ കൂട്ടത്തിൽപ്പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ഒരു ഉദാഹരണം പറയാം. നീ ഇങ്ങനെ റോഡിൽ നിൽക്കുക, ബൈക്കും കൊണ്ട് റോഡിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ കൈ കാണിച്ചിട്ട്, ഡാ സിറാജെ, ആ ബീവറേജിൻ്റെ ഫ്രണ്ടിലൊന്ന് വിട്ടേക്കടാ. ഞാൻ പറഞ്ഞു, കയറിക്കോ അളിയാ, ഞാൻ കുടിക്കുന്നൊന്നുമില്ലല്ലോ. ബൈക്കിൽ കയറ്റിയിട്ട് അവിടെ കൊണ്ടുവിട്ടാ ഞാനും അവൻ്റെ കൂട്ടത്തില. അള്ളാഹു കാക്കുമാറാകട്ടെ.
നീ ഹോട്ടലിലാണ്, അളിയ ഒന്നടിച്ചോട്ടെ, തൂൽ അവിടെ പോയിരുന്ന് അടിച്ചോടാ, സ്ഥലം കൊടുത്തു. നീ കുടിക്കാത്തവനാ, പക്ഷെ നീ എന്ത് പറഞ്ഞു? തോൽ അവിടെ പോയിരുന്ന് അടിച്ചോളാൻ, അടിക്കാൻ സ്ഥലം കൊടുത്തു. നിന്റെ കാര്യം തീരുമാനമായി. അള്ളാഹു കാക്കുമാറാകട്ടെ. പന കൊടുക്കുന്നവൻ കള്ളുവെട്ടാൻ കൊടുക്കരി വെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല അളിയ വെട്ടിക്കോ, ഞാൻ കുടിച്ചില്ലെങ്കിൽ നീ വെട്ടിക്കോ. കൊടുക്കുന്നവൻ, സ്ഥലം കൊടുക്കുന്നവൻ, സൗകര്യം ചെയ്തു കൊടുക്കുന്നവൻ. നിങ്ങൾക്കറിയോ സഹോദര, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കള്ളുകുടിയനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പോലും പറയരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കള്ളുകുടിയന്, നിങ്ങളതിൻ്റെ ഹദീസ് എടുത്ത് പഠിച്ചു നോക്ക്. കള്ളുകുടിയനോട് സലാം പറയാൻ പാടില്ല. കള്ളു കുടിച്ച് നടക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവൻ രോഗം പിടിച്ച് കിടന്ന് അവനെ കാണാൻ പോകാൻ പാടില്ല. കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവനെ സാമ്പത്തികമായി സഹായിക്കാൻ പാടില്ല. കള്ളു കുടിച്ചവൻ്റെ ജനാസ കൊണ്ടുപോയ പുറകിൽ പോലും നടക്കാൻ പാടില്ല. അവൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പള്ളിയിലെ കമ്മറ്റിക്കാരന്മാർ വരെ കുടിക്കുന്നവന്മാരുണ്ട്. അടക്കത്തില്ലെന്ന് പറഞ്ഞവന്ന് ആലോചിക്ക്. അവൻ്റെ അടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എടോ, പള്ളിക്കാട്ടിൽ കിടക്കുമ്പോൾ കടുത്ത് കിടക്കണ കബറാളി കള്ളുകുടിയനാണെങ്കിൽ കൂടെ കിടക്കരുത്. അടുത്തുപോലും, അവൻ്റെ അടുത്തുപോലും കിടക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതാ ഒരു ചെറിയ കുട്ടിയെ പെട്ടെന്ന് മരണപ്പെടുകയാണ്. ഒരു ചെറിയ പൊന്നുമകനെ പെട്ടെന്ന് മരണപ്പെട്ടു. വാപ്പ തന്റെ പൊന്നാര മകനെ സ്വപ്നം കാണുമ്പോ തന്റെ പൊന്നാര മകന്റെ മുടിയൊക്കെ നരച്ചിരിക്കുകയാണ്. അതാ സ്വപ്നം കാണുമ്പോ തന്റെ പൊന്നുമകന്റെ മുടിയൊക്കെ നരച്ചിരിക്കുന്നു. വാപ്പ ചോദിച്ചു, മോനെ, മരിക്കുമ്പോ ഒരു മുടി പോലും നരച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനാണ് നിന്റെ മുടി നരച്ചത്? എങ്ങനാ നിന്റെ മുടി നരച്ചത്? വാപ്പാ, എന്റെ അടുത്ത് കിടക്കുന്നത് ഒരു കള്ളുകുടിയന്റെ കബറാ. ആ കബറിനകത്തെ തീയുടെ ചൂട് കണ്ടിട്ട് പേടിച്ച് നരച്ചു പോയതാ. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിച്ചവനെ കബറടക്കുന്നതിന്റെ ചാരത്ത് പോലും കടക്കരുതെന്ന് ചരിത്രം പറയുമ്പോ, എടാ ചെറുപ്പക്കാരാ, പേവെള്ളവും അടിച്ച് നടക്കുന്ന യുവത്വേ, വീട്ടിൽ കയറി വരുമ്പോ വെച്ച് വിളമ്പി കൊടുക്കുന്ന പെങ്ങള്, സൂക്ഷിക്കണം പൊന്നുമോള്. നാളെ പരലോകത്ത് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ? പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നീളുകയാണ്. എടാ, റോഡിലൂടെ പോകുന്ന നായുണ്ടല്ലോ, നാക്ക് നീട്ടിയിട്ടിട്ട് പോകുന്ന പട്ടിയുണ്ടല്ലോ, പേ പിടിച്ച പട്ടിയാകുമ്പോ കുറച്ചുകൂടെ കൂടുതലാണല്ലോ. ഇതുപോലെ അവന്റെ നാവ് നെഞ്ചിന്റെ താഴെ വരെ തൂങ്ങിക്കിടക്കുകയാ, പുഴുത്തു നാറുകയാ, പുഴുത്തു നാറുകയാ. അവനെ ഉയരമുള്ള സ്ഥലത്തിങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാ. കള്ളുകുടിയനെ കാണാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയും വലിയ ശിക്ഷയാണ് അല്ലാഹു അവന് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ മുന്നിൽ കരയടാ. പടച്ച റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യാറ്. ആരൊക്കെ സ്വർഗത്തിൽ കടന്നാലും നീ പോകൂല, ആരൊക്കെ സ്വർഗത്തിൽ കടന്നാലും നീ കടക്കൂല. അതുകൊണ്ട് കള്ളു കുടിക്കാ സ്ഥലം കൊടുത്തവര്, ഭക്ഷണം കൊടുത്തവര്, സഹായിച്ചവന്, കൂടെ നടന്നവന്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നാളെ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗത്തിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? മുദ്മിനുൽ ഖംറു, കള്ള് കുടിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമത്തെ വിഭാഗം ആരാ? വല്ലാ കുല്ലു വാലിദൈ,
ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിക്കുന്നവരുണ്ടല്ലോ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവരുണ്ടല്ലോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ, അള്ളാന്റെ സ്വർഗം നിനക്ക് വിദൂരമാ, അള്ളാഹുവിന്റെ സ്വർഗം നിനക്ക് വിദൂരമാ. ഉമ്മയെ തല്ലുന്ന മക്കളില്ലോ, ഉപ്പാനെ ചീത്ത വിളിക്കുന്ന മക്കളില്ലോ, അവരെ അടിച്ചിറക്കുന്ന മക്കളില്ലോ, കുത്തുവാക്ക് പറയുന്ന മക്കളില്ലോ, വേദനിപ്പിക്കുന്ന മക്കളില്ലോ, ഭക്ഷണം കൊടുക്കാത്ത മക്കളില്ലോ, തിരിഞ്ഞു നോക്കാത്ത മക്കളില്ലോ. നീ എന്തൊക്കെ പുണ്യം ചെയ്താലും, പള്ളി കെട്ടിക്കൊടുത്താലും, മക്കത്ത് പോയി ഹജ്ജ് ചെയ്താലും അള്ളാന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു പോകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ആരെങ്കിലും മാതാപിതാക്കളെ തല്ലാറുണ്ടോ? തല്ലാറില്ല. ചീത്ത വിളിക്കാറുണ്ടോ? ചീത്ത വിളിക്കാറില്ല. നമ്മൾ ആരും ഉമ്മാനെ വാപ്പാനെ അടിച്ചിറക്കത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നല്ലതുപോലെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാത്ത രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, സ്വർഗ കവാടം തുറക്കണേ അല്ലാ. പടച്ച റബ്ബേ, ജീവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ. ഇത് നിനക്കല്ല, ഇത് നിനക്കല്ല വാപ്പാ, പെങ്ങളെ നിനക്കല്ല പൊന്നുമോള്, നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവുണ്ടല്ലോ, നൊന്ത് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, പലരും ഖബറിനകത്തല്ലേ. നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സദഖ കൊടുക്കോ, പടച്ചവരെ മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കോ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലാ, എന്റെ ഉപ്പാന അറുത്ത് മുറിക്കല്ലേ അല്ലാ, ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ, അവരുടെ പൊരുത്തം തരണേ അല്ലാ, അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം തരണേ അല്ലാ എന്ന നീയത്തോടെ ഒരു സദഖ എടുത്തോ. ഇത് നിന്റെ വാപ്പയ്ക്ക്, ഇത് നിന്റെ ഉമ്മയ്ക്ക്, കൈകട്ടിയിരിക്കുന്നവര്, കൊടുക്കാൻ മനസ്സില്ലാത്തവന്, നാളെ നിന്റെ മക്കളും ഇത് തന്നെ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ